ഞാൻ 3 ദിവസം കുഴിമന്തി കഴിക്കാൻ പോയിട്ടും കിട്ടിയില്ല. സോ ഇന്ന് ഞാൻ എഴുന്നേറ്റേ ഉള്ളൂ, ബ്രഷ് ചെയ്തിട്ടില്ല. സമയം 11:40. ഇന്നലെ നമ്മൾ 2 മണിയായി കിടന്നപ്പോൾ ഇന്നലെ. പിന്നെ എഴുന്നേറ്റ് കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. പിന്നെ ഞങ്ങൾ വന്നിട്ട് അങ്ങനെ ഒന്നും കഴിച്ചില്ല. പിന്നെ കുറച്ച് പണിയുണ്ടായിരുന്നു, അതൊക്കെ തീർത്തിട്ട് ഒരുങ്ങിക്കിട്ട് ഇറങ്ങി. ഇത് കണ്ടപ്പോഴെനിക്ക് എൻ്റെ മുടി ഫുൾ പോയെന്ന് മനസ്സിലാണ്. ഭയങ്കര ഹെയർ ഫോളാണ്. ആഫ്റ്റർ ഡെലിവറി എന്തായാലും ഉണ്ടാവുമെന്നറിയാം. അതേപോലെ എൻ്റെ കുമ്പയ്ക്ക് ഒരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെ നിൽക്കുന്നു. പിന്നെ എന്നിട്ട് ആദ്യം വന്നിട്ട് അപ്പുവിൻ്റെ ഡൊമിനോസ് പിസ്സ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ആയിരിക്കുന്നു. നമ്മുടെ 99 മീലുണ്ടല്ലോ, അത് വന്നിട്ട് നമ്മൾ പാഴ്സൽ ചെയ്യാൻ പറഞ്ഞിട്ട് നേരെ വന്നിട്ട് മന്തി കഴിക്കാനായിട്ട് പോയി. ചെന്ന് ഒരു ക്വാർട്ടർ അൽഫാം മന്തി, അതേപോലെ ഒരു നമ്മുടെ ഷവർമയും കൂടിയാണ് പറഞ്ഞത്. ക്വാർട്ടർ അൽഫാം മന്തി കണ്ടപ്പോൾ എനിക്ക് വിശപ്പ് കൊണ്ട് അയ്യോ ഇത് തികയുമെന്നായിരുന്നു ഫസ്റ്റ്. കിട്ടിയതും വന്നിട്ട് കുഞ്ഞിക്ക് കുറച്ചെടുത്ത് സ്പൈസി അല്ലാത്ത പോർഷൻ മാറ്റി, സ്പൈസി അല്ല ഓൾറെഡി, കുഞ്ഞിക്ക് മാറ്റി വെച്ച് അവൾക്ക് 2-3 വായ കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കാനിരുന്നത്. ആ മയണൈസും അവരുടെ സോസും അവരുടെ ചിക്കനും കൂടെ അടിപൊളിയാണ്. നാട്ടിൽ ഈ ഒരു ഫ്ലേവർ കിട്ടുമെന്ന് എനിക്കറിയില്ല. അടിപൊളിയാണ് ഇവരുടെ മന്തി, ബേ ഗ്രില്ലിലെ മന്തി. തിരുപ്പൂരിലുള്ളവർക്കറിയാം ബേ ഗ്രില്ല്, അടിപൊളിയാണ് ഇവിടുത്തെ മന്തി. പിന്നെ വന്നിട്ട് കുഴിമന്തി നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അവൾ കഴിച്ചിട്ട് അവൾ മത്ത് പിടിച്ച് കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങിയിരുന്നു, വയറ് നിറഞ്ഞ് കിടന്ന് ഉറങ്ങിയിരുന്നു. പിന്നെ മന്തി തികയില്ലാന്ന് ഓർത്തിട്ടായിരുന്നു ഞങ്ങൾ ഷവർമ പറഞ്ഞത്. ഷവർമ എനിക്ക് 2 ബൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ, അത്രയും ഞാൻ മന്തി കഴിച്ചു. ഷവർമയും വന്നിട്ട് ഒന്നിനൊന്ന് ബെറ്റർ എന്ന് പറയുന്ന പോലെ. ഇവിടെ വന്നിട്ട് കുബൂസിലേ കിട്ടുള്ളൂ, നമ്മുടെ റൊമാലിയിൽ കിട്ടില്ല. എനിക്ക് കുബൂസിൽ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഗ്യാസ് കയറി, എനിക്ക് കുബൂസ് സെറ്റായേ ഇല്ല. എനിക്ക് റൊമാലി റൊട്ടിയിലാണ് വന്നിട്ട് ഷവർമ എപ്പോഴും ഇഷ്ടം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇതൊക്കെ കൂടെ ഒന്ന് സെറ്റാക്കണ്ടേ. നമ്മൾ സിമെൻറ്റ് കുഴച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് സെറ്റാക്കണ്ടേ. അതേപോലെ നമ്മുടെ മൗണ്ടൻ ഡ്യൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 2 ടാസ്ക് ആയിരുന്നു. ഞാൻ കഴിക്കും, കാര്യം എനിക്ക് വിശക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ടിഷ്യൂ എടുത്ത് കൈ തുടയ്ക്കും, കുഞ്ഞിക്ക് കൊടുക്കും. കാര്യം ഇതിൻ്റെ ചിക്കൻ്റെ സ്പൈസി അവൾക്ക് വരരുതല്ലോ, അത് ഓർത്തിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഡൊമിനോസിൽ പോയി നമ്മുടെ പാഴ്സലും വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവരാദ്യം പെപ്സി വെച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ പെപ്സി ചോദിച്ചു വാങ്ങിച്ചു. ഇത് നമുക്ക് ബില്ല് ചെയ്ത് വന്നപ്പോൾ 115 രൂപയാണ് ആയത്. പിന്നെ അതിൻ്റെ ഒരു പീസ് അപ്പോഴും വന്നപ്പോഴല്ല, ഇടയ്ക്ക് ഇപ്പോഴും കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഉറക്കമൊക്കെ എഴുന്നേറ്റ്. അപ്പം ഞാൻ എയർ ഫ്രയറിൽ വെച്ച് അതൊക്കെ ചൂടാക്കി എടുത്തു. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും നല്ല മഴയും കാറ്റൊക്കെ വന്നായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ചൂടാക്കി എടുത്ത് ഞാനും കുഞ്ഞിയും അതേപോലെ അപ്പുവേട്ടനും കൂടി ഇരുന്ന് കഴിച്ചു. കുഞ്ഞിക്കിത് കണ്ടപ്പോൾ വാവ് എന്നൊക്കെ നമ്മളിപ്പോൾ ഓരോന്നൊക്കെ കണ്ട് പറയണ പോലെ അവൾ പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പിസ്സ നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷേ ബാക്കിയുള്ളതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു കഴിച്ചു.